ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 23ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് മാത്സിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒറ്റയാനെ കണ്ടെത്തൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2023-ലും 24-ലുമായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണാം. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും 2023-ലും 24-ലും PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ പോൾസ് ആയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഉണ്ടോ, ഇതാണ് ഒറ്റയാനെ കണ്ടെത്തൽ. അപ്പോൾ ആദ്യം തന്നെ ഒറ്റയാനെ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ വ്യത്യാസം കാണാം. ഓക്കെ, ഈ സംഖ്യകളുടെയൊക്കെ വ്യത്യാസം. അപ്പോൾ അതായത് ഇതേ കണ്ടോ, ഈ രണ്ട് സംഖ്യ, ഇവർക്കിടയിലുള്ള വ്യത്യാസം, ഇതിനിടയിലുള്ള വ്യത്യാസം, ഇതിനിടയിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ ഒരേപോലെയുള്ള എന്തെങ്കിലും സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് കുറേ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും സവിശേഷതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് സ്ക്വയർ ആയിട്ട് തന്നിട്ടുണ്ടോ? ഓക്കെ, ഏതെങ്കിലും ഒരു സംഖ്യ സ്ക്വയർ ആയിരിക്കും, ബാക്കി ഒന്നും സ്ക്വയറുകളായിരിക്കില്ല. അപ്പോൾ അത് അതിലെ ഓഡ് വണ്ണാണ്. പിന്നെ അതേപോലെ തന്നെ ക്യൂബ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ക്യൂബ് വരുന്നുണ്ടോ? പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സംഖ്യകളിലെ ഇപ്പോൾ ഒരു സംഖ്യ വലിയൊരു നമ്പർ തരികയാണ്. ഇപ്പോൾ 1, 2, 3, 4, 8 ഇങ്ങനെയൊക്കെ നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വലിയ വലിയ നമ്പറുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടി നോക്കുക, ആഡ് ചെയ്യുക. ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാമ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? പ്രൈം നമ്പർ ആണോ എന്നുള്ളത് നോക്കാം. പ്രൈം നമ്പർ ആണോ? അപ്പോൾ ചിലത് അതാണ് കൂടുതലും PSC ചോദിക്കാറ്, പ്രൈം നമ്പറിൻ്റെ കേസ്. പിന്നെ ഈ വ്യത്യാസം നോക്കാം. പിന്നെ സ്ക്വയർ ഒരെണ്ണം തരാം, ക്യൂബ് ഒരെണ്ണം തരാം. പിന്നെ ഇത് ഈ സംഖ്യകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് ഡിവിസിബിലിറ്റി റൂള്? ഡിവിസിബിലിറ്റി റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുന്നത്, 3 കൊണ്ട്, അതേപോലെ തന്നെ 6 കൊണ്ട്, 8 കൊണ്ട്, 9 കൊണ്ടൊക്കെ അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഡിവിസിബിലിറ്റി റൂൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതേണ്ട്, അപ്പോൾ ഇവിടെ നമ്പർ തന്നിട്ടുള്ള എന്താ? 56, അതേപോലെ തന്നെ 72 തന്നിട്ടുണ്ട്. പിന്നെ എത്രയാണ് തന്നിട്ടുള്ളത്? 90 തന്നിട്ടുണ്ട്. പിന്നെ 110, 132, 150 ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. 56, 72 ആവാൻ എത്ര വേണം? 56 കഴിഞ്ഞ് 66, 72 ആവാൻ 16 ആണ് വേണ്ടത്. 72, 90 ആവാൻ 82, 90 18 ഇതിൻ്റെ ഡിഫറൻസ് 18 90-ന്ന് 110ലേക്ക് 20 110-ന്ന് 132ലേക്ക് 22 അപ്പോൾ ഇത് കണ്ടോ, 16, 18, 20, 22. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം? 24 ആയിരിക്കണം. കണ്ടോ, അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടി. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടി. 16, 18, 20, 22. ഇനി ഇവിടെ 24 വരേണ്ടിയിരുന്നേ. അപ്പം 132ൻ്റെ കൂടെ 24 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടേണ്ടത്? 156 കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ 150 തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത് ആരാണ്? 150. 132ൻ്റെ കൂടെ 42, 52, ഒരു 4 കൂടെ 56, 156 വരണം. കണ്ടോ, ഈ 132ൻ്റെ കൂടെ 24 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 156 വരേണ്ടത്. ഇവിടെ 150 തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് അവിടെ ഒറ്റയാൻ. കണ്ടോ, ഈ ഓർഡർ നമുക്ക് കിട്ടി. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു ഓർഡറിലാണ് അത് പോകുന്നത്. 16, 18, അതായത് 56ൻ്റെ കൂടെ 16 കൂട്ടിയപ്പോൾ 72 കിട്ടി. 72ൻ്റെ കൂടെ 18 കൂട്ടിയപ്പോൾ ഇത് കിട്ടി. അങ്ങനെ. അപ്പോൾ ഇവിടെ അതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ അതങ്ങനെ നോക്കാം. ഇനി അടുത്തത് ഇതുപോലെ എന്താ? താഴെ പറയുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ. ഇതിൽ ഉൾപ്പെടാത്ത ചോദിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 2, 6, 14, 30 എത്രയാണ്? 62, 126, 250. അപ്പോൾ 2, 6 ആവാൻ എത്രയാണ്? 4, 6, 14 ആവാൻ 8, 14, 30 ആവാൻ എത്ര വേണം? 16,
30 62 ആവാൻ 32, 62 126 ആവാൻ എത്ര വേണം? 64 വേണം. ഇതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കണേ, ഈ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ്. അതായത് 6-ൽ നിന്ന് 2 പോയാൽ 4, 14-ൽ നിന്ന് 6 കുറച്ചാൽ 8, 30-ൽ നിന്ന് 14 കുറച്ചാൽ 16. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സവിശേഷതകളുണ്ടോ നോക്കുക. അത് കണ്ടോ, 4, 8, 16, 32, 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഡബിളാണ് കൂടി പോകുന്നത്. കണ്ടോ, 4-ൻ്റെ ഡബിളാണ് 8, 8-ൻ്റെ ഡബിളാണ് എന്ത്? 16, 16-ൻ്റെ ഡബിളാണ് 32, 32-ൻ്റെ ഡബിളാണ് 64. അപ്പം ഇനി 64-ൻ്റെ ഡബിൾ, 64-ൻ്റെ ഇരട്ടി എത്രയാണ്? 128 ഇവിടെ കൂടേണ്ടത്. 128, 128 126-ൻ്റെ കൂടെ ഇവിടെ കൂടേണ്ടത്. അതായത് 126 + 128 വരേണ്ടത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടുക? 14, 254, 254 എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എത്ര കിടക്കുന്നത്? 250 കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓഡ് വൺ. അതാണ് അവിടെ എന്തെന്ന് പറയുന്നത്? ഓഡ് വൺ എന്ന് പറയുന്നത് 250. അടുത്ത് നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെയാണ് ഒറ്റയാനെ കണ്ടെത്തുക, അര. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറച്ച് നോക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ കുറച്ച് നോക്കാം. എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 1/2, ഇവിടെയാണെങ്കിൽ 3/4 ആണ്. അതേപോലെ 1, 1/4 ആണ് തന്നിട്ടുള്ളത്. പിന്നെ 2 തന്നിട്ടുണ്ട്, പിന്നെ 3, 1/4, പിന്നെ 4, 1/4, പിന്നെ 5, 3/4 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. അര മുക്കാലാവാൻ കാലാണ് വേണ്ടത്. അത് വേണമെങ്കിൽ കുറച്ച് നോക്കാം. കണ്ടോ, 3/4-ൽ നിന്ന് 1/2 കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ LCM എടുക്കാം. 4 ഇവിടെ LCM വരിക. അപ്പം 3 - 2, അതായത് 1/4 എന്ന് വരും. ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1/4. ഇതെങ്ങനെയാണ് കിട്ടിയേ? അര മുക്കാലാവാൻ, അങ്ങനെ നോക്കിയാലും മതി. ഇത് അരയല്ലേ, ഇത് മുക്കാലാണ്, ഇത് 1/4. അര മുക്കാലാവാൻ ഒരു കാല് ആഡ് ചെയ്യണം. ഇനി മുക്കാലിൽ നിന്ന് 1/4-ലേക്ക് പോകാൻ അര ആഡ് ചെയ്യണം. അങ്ങനെ നോക്കിയാൽ മതി. നമ്മളിങ്ങനെ കുറയ്ക്കാൻ നിന്ന സമയം എടുക്കും. കണ്ടോ, ഇത് അരയാണ്, ഇതിനെ നമ്മൾ അര എന്ന് വിളിക്കും. ഇത് മുക്കാല്, ഇത് എത്രയാ? 1/4 അല്ലേ? അപ്പം അര മുക്കാലാവാൻ ഒരു കാല് ആഡ് ചെയ്യണം. മുക്കാൽ 1/4 അര ആഡ് ചെയ്യണം. ഇനി 1/4-ൽ നിന്ന് 2-ലേക്ക് പോകാൻ 1.5 വേണം, 1/4 വേണം, 2 വേണം. അതായത് മുക്കാല് ആഡ് ചെയ്യണം. കണ്ടോ, മുക്കാല് ആഡ് ചെയ്യണം. അപ്പോൾ കാല് ആഡ് ചെയ്തു, അര ആഡ് ചെയ്തു, മുക്കാൽ ആഡ് ചെയ്തു. ഇനി 1 ഇവിടെ ആഡ് ചെയ്യേണ്ടത്. കണ്ടോ, ആഡ് ചെയ്ത് പോകുന്നത് കണ്ടോ, കാല് വെച്ചിട്ടാണ്. കാലിൻ്റെ കൂടെ ഒരു കാലും കൂടെ കൂട്ടിയപ്പോൾ അരയായി. കാല്, അര, പിന്നെ മുക്കാല്. ഇനി 1 ആഡ് ചെയ്യേണ്ടിയിരുന്നത്. അതായത് 2 + 1 എത്രയാണ് വരേണ്ടിയിരുന്നത്? 3 ഇവിടെ വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ 3/4 ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തെറ്റ് ഏതാണ്? ഈ 3/4 എന്നുള്ളതാണ് ഇവിടുത്തെ ഓഡ് വണ്ണായിട്ടുള്ളത്. 3/4 എന്നുള്ളതാണ്. ഓക്കെ, അതും ആ ഡിഫറൻസ് വെച്ച് നോക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെയാണ് ഇത് ചെയ്ത് കണ്ടോ, 6.50, 9.10, 11.3, 1.4, 4.10, 6.30 സമയമാണ്. അപ്പോൾ സമയം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാറിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് മൈനസ് ചെയ്ത് നോക്കുക. കണ്ടോ, 6.50-ൽ നിന്ന് 9.10-ലേക്ക് ആവാൻ 7.50, 8.50, പിന്നെ 8.50 9 ആവാൻ ഒരു 10 മിനിറ്റ് ഉണ്ട്. 9-ൽ നിന്ന് ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 20 മിനിറ്റ്. അതായത് 2 മണിക്കൂറും 20 മിനിറ്റുമാണ് ഇവിടെ വരുന്നത്. ഒന്ന് നോക്കുക, നമുക്ക് ക്ലോക്കിൽ സമയം നോക്കുന്നതല്ലേ. 6.50-ൽ നിന്ന് 7.50-ലേക്ക് ആവണം അല്ലേ? 6.50-ൽ നിന്ന് 7.50-ലേക്ക് 1 മണിക്കൂറുണ്ട്. ഇനി 7.50-ൽ നിന്ന് 8.50-ലേക്കോ 1 മണിക്കൂറുണ്ട്, വീണ്ടും 1 മണിക്കൂറുണ്ട്. ഇനി അതേപോലെ 8:50 9 മണി ആവാൻ അവിടെ 10 മിനിറ്റ് എടുക്കും അല്ലേ? 8:50 കഴിഞ്ഞ് 8:55 കഴിഞ്ഞിട്ടാണ് 9 മണി, 10 മിനിറ്റ് എടുക്കും. ഇനി 9-ൽ നിന്ന് 9:10 ആവാൻ വീണ്ടും ഒരു 10 മിനിറ്റ് എടുക്കും. അതായത് ടോട്ടൽ ഇവിടെ മൊത്തത്തിൽ വരുന്നത് 20 മിനിറ്റ് ആണ്. അതായത് 2 മണിക്കൂർ 1 + 1 2 മണിക്കൂറും 20 മിനിറ്റും. കണ്ടോ, 2 മണിക്കൂറും 20 മിനിറ്റും. ഇനി ഇതിലേക്ക് ആവാനോ 9:10, 9:10-ൽ നിന്ന് 10:10-ലേക്ക് 1 മണിക്കൂർ. പിന്നെ 10:10-ൽ നിന്ന് 11:10-ലേക്ക് വീണ്ടും 1 മണിക്കൂർ. ഇനി 11:10-ൽ നിന്ന് 11:30 ആവാൻ എത്രയാ? 20 മിനിറ്റ്. അപ്പോൾ നേരത്തെ സെയിമാ, 2 മണിക്കൂറും 20 മിനിറ്റും. അപ്പോൾ ഇതാണ് കൂടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ 11:30, 12:30, 1:30, 1:30, പിന്നെ എന്താ വന്നേ 1:40. അപ്പോൾ അത് തെറ്റായി. കണ്ടോ, 11:30-ൽ നിന്ന് 12:30-ലേക്ക് 1 മണിക്കൂറുണ്ട്. 12:30-ൽ നിന്ന് 1:30-ലേക്ക് വീണ്ടും 1 മണിക്കൂറുണ്ട്. ഇനി 1:30-ൽ നിന്ന് 1:40-ലേക്ക് വെറും 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ തെറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ തെറ്റ്. കണ്ടോ, 1.4 എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. 1.4.
ഇനി അടുത്തത്, അപ്പോൾ ഇനി വേറെ മാറി കേട്ടോ. അവിടെ വലിയ നമ്പറുകൾ അവിടെ തന്നെ, അപ്പോൾ നമുക്കൊരു ഡിഫറൻസ് ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിയ നമ്പറുകൾ തന്നാൽ നമുക്ക് ഡിജിറ്റുകൾ ആഡ് ചെയ്ത് നോക്കാം. ഒന്ന് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് അതാ, ഡിജിറ്റുകൾ ആഡ് ചെയ്യുക. ഡിജിറ്റിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടോ, 2ഉം 5 ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. 2ഉം 5ഉം 5ഉം 6ഉം 6ഉം 3ഉം 3ഉം 1ഉം ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 7, 10, 16, 17 എന്നാണ് ഇവിടെ കിട്ടുക. ഇത് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 7, 8, 11, 17. ഇവിടെയും 17 എന്നാണ് നമുക്ക് വരുന്നത് ആഡ് ചെയ്യുമ്പോൾ. ഇനി ഇവിടുന്ന് ആഡ് ചെയ്ത് നോക്കുക. എത്രയാ? 7, 11, 13, 17. കണ്ടോ, ഇവിടെയും 17 എന്നാണ് കിട്ടിയത്. ഇവിടെ ആഡ് ചെയ്യുമ്പോഴോ 6, 10, 14, 16 എന്നാണ് കിട്ടുന്നത്. കണ്ടോ, അപ്പം ബാക്കി എല്ലാം ആഡ് ചെയ്തപ്പോൾ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 17 എന്ന് വന്നു. പക്ഷെ ഇവിടെ 16 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറായിട്ട് ഓഡ് 1 ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. ഇനി ഇതിൽ കൂട്ടത്തിൽ ബന്ധമില്ലാത്തത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം കേട്ടോ. 1, 1, 1, 1, 2, 1, 1, 3, 2, 1, 4, 3, 1, 5, 4. ഇതിൻ്റെ ഡിഫറൻസ് വേണമെങ്കിൽ എടുത്ത് നോക്കുക. 111 നിന്ന് 121 10 കൂടിയത് അല്ലേ? 111 നിന്ന് 121 10 കൂടി. 121 നിന്ന് 132 130 കൂടി. 132 നിന്ന് 143 എത്രയാ? 12 കൂടി അല്ലേ? 132, 142, 143, 143, 153, 153 കൂടി. കണ്ട, അപ്പോൾ ഇതൊരു ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഓഡ് 1 കിട്ടുന്നില്ല. കറക്റ്റ് ഓർഡറാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. 111, 121, 132, 143, 154 ഇത്ര തന്നിട്ടില്ലേ? ഞാൻ പിന്നെ പറഞ്ഞിട്ടായിരുന്നു ഇതിൽ വല്ല സ്ക്വയർ ഉണ്ടോ, വല്ല ക്യൂബ് ഉണ്ടോ, വല്ല പ്രൈം ഉണ്ടോ നോക്കാനാണ്. അപ്പോൾ ഇവിടെ സ്ക്വയറും ക്യൂബും ഒന്നുമില്ല, അതുപോലെ പ്രൈം നമ്പർ ആയിട്ടുള്ളതും ഇല്ല. കാരണം ഇതൊക്കെ ഓരോന്നിൽ പോകുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഇതിലുണ്ടോ നോക്കുക. അപ്പോൾ നോക്കുമ്പോഴേ കണ്ടോ, നമ്മൾ കുറേ ചെയ്താണ് പ്രാക്ടീസ് ആവുക. ഇതിലെ ഈ വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ സംഖ്യകൾ ആഡ് ചെയ്ത് വരുമ്പോഴുള്ള വാല്യൂ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 3, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 8, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണെങ്കിൽ 9. ഉണ്ട്. അപ്പോൾ അവിടെയും പ്രത്യേകിച്ചൊന്നും നമുക്ക് നോക്കാനില്ല. അപ്പം അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകതയായിരിക്കും ഇതിലുണ്ടാവുക. എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. രണ്ടറ്റത്തുള്ള നമ്പർ കൂടെ ആഡ് ചെയ്താൽ നടുക്കുള്ള നമ്പർ കിട്ടും. കണ്ടോ, 1ഉം 1ഉം ആഡ് ചെയ്താൽ 2, 1ഉം 2ഉം ആഡ് ചെയ്താൽ ഇവിടുത്തെ 3 എന്ന് കിട്ടി. 1ഉം 3ഉം ആഡ് ചെയ്താൽ ഇവിടുത്തെ 4 എന്ന് കിട്ടി. കണ്ടോ, 1ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. അതായത് രണ്ട് എൻഡിലുമുള്ള സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നടുക്കത്തെ സംഖ്യ കിട്ടുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വരാം. അങ്ങനത്തെ ഒരു ശ്രേണി പോലെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. കാരണം ബാക്കിയുള്ളതൊന്നും ഇവിടെ പോസിബിൾ അല്ല. വേണ്ട, 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ നടുക്കത്തെ നമ്പർ ഇവിടെ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഈ 1ഉം 1ഉം ആഡ് ചെയ്താൽ ഇവിടെ നടുക്ക് 2 ആണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഒറ്റപ്പെട്ടതായിട്ട് കിടക്കുന്നത്. ബാക്കിയുള്ളതിലെല്ലാം രണ്ടറ്റത്തെ സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നടുക്കത്തെ സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതിൽ നോക്കുക, താഴെ തന്നിട്ടുള്ളതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ ഒറ്റയാൻ ആരായിരിക്കും? കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. 15, 35, 5, 25 ഇതാണ് ഇവിടുത്തെ സ്ക്വയർ. ഓൺലി ഒരു സ്ക്വയർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അടുത്ത് നോക്കിയാലോ, ഇവിടെ ഇതിൽ ചേരാത്തത് ഏത്? 225 എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ് അല്ലേ? 225 15ൻ്റെ സ്ക്വയറാണ്. അതേപോലെ 169 13ൻ്റെ സ്ക്വയറാണ്. 361 എന്ന് പറയുന്നത് ആരുടെയാണ്? 19ൻ്റെ സ്ക്വയറാണ്. 287 സ്ക്വയറാണോ? അല്ല. ഇതാണ് ഇവിടുത്തെ ഒറ്റയാൻ. ബാക്കിയെല്ലാം സ്ക്വയറുകളാണ് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നോക്കിയാലോ, 361 നമ്മൾ നേരത്തെ പറഞ്ഞു 19ൻ്റെ സ്ക്വയർ. 225 15ൻ്റെ സ്ക്വയർ. 625 25ൻ്റെ സ്ക്വയർ. ഇത് സ്ക്വയർ ആണോ? അല്ല, ഇത് സ്ക്വയർ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകളും പിന്നെ 1 മുതൽ 10 വരെയുള്ളതെങ്കിലും ക്യൂബ് അറിഞ്ഞിരിക്കണം. 1 മുതൽ 30 വരെയുള്ള സ്ക്വയറും പഠിച്ചിരിക്കണം. 1 മുതൽ 10 വരെയെങ്കിലും ക്യൂബും അറിഞ്ഞിട്ടുണ്ടാവണം. ആ 1 മുതൽ 10 എന്ന് പറയുമ്പോൾ 11ൻ്റെയും 12ൻ്റെയും കൂടെ ക്യൂബ് കൂടെ പഠിക്കുക. അതും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത് താഴെ തന്നിട്ടുള്ളതിൽ ഒറ്റയാൻ ഏതാണെന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയറുകളോ ക്യൂബുകളോ ഉണ്ടെങ്കിൽ അതായിരിക്കും. ഇത് കണ്ടോ, 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബല്ലേ? അപ്പോൾ അത് അവിടുത്തെ ഒറ്റയാനായിട്ട് എടുക്കാം. അപ്പോൾ 8 ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്.
ഇനി അതാ ഇതിലൊറ്റയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 53, 61, 43, 91. ഇപ്പം ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ തരുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. ഡിഫറൻസ് ഒന്നും എടുക്കുമ്പോഴൊന്നും ഓക്കെ ആവില്ല. പിന്നെ സ്ക്വയർ ഇല്ല, ക്യൂബ് ഇല്ല, ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴൊന്നും ബന്ധമില്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ആരെയാ? പ്രൈമിനെ നോക്കുക. ഇതിൽ ആരാണ് പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്? അപ്പോൾ 53 എന്ന് പറയുന്നത് പ്രൈമാണ്, 61 എന്ന് പറയുന്നതും പ്രൈമാണ്, 43 എന്ന് പറയുന്നതും പ്രൈമാണ്. പക്ഷെ 91 എന്തല്ല? പ്രൈമല്ല. 91 എന്ന് പറയുന്നത് പ്രൈമല്ല. 91-ൽ 7 പോവും. 7 കൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല? പ്രൈമല്ല. അപ്പോൾ 91 ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 91 ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം പ്രൈം നമ്പറുകൾ നമ്മൾ 1 മുതൽ 50 വരെ പ്രൈം നമ്പറിന് ഒരു ഓർഡർ ഉണ്ട്. എന്താ? 4, 4, 2, 2, പിന്നെ ഇങ്ങനെ വരിക 3, പിന്നെ 2, 2, 3, 2, 1. ഇതാണ് പ്രൈം നമ്പറിൻ്റെ ഓർഡർ കേട്ടോ. 4, 4, 2, 2, 3, 2, 2, 3. കണ്ടോ? 4, 4 എന്ന് പഠിച്ചു വയ്ക്കുക. 4, 4, പിന്നെ 2, 2, 3, 2, 2, 3 വീണ്ടും, പിന്നെ 2, 1. 4, 4, 2, 2, 3, 2, 2, 3, 2, 1. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പർ. ഇത് 10 മുതൽ 11 മുതൽ 20 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്? ഇത് 21 മുതൽ 30 വരെ, ഇത് 31 മുതൽ 40 വരെ, 41 മുതൽ 50 വരെ. അപ്പോൾ 50 വരെ കഴിഞ്ഞു. 50 വരെ എത്ര എണ്ണം കിട്ടി നമുക്ക്? 50 വരെ 4, 4, 8, 10, 12, 15 എണ്ണം ഉണ്ട്. 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സാണ്. 50 മുതൽ 100 വരെ ബാക്കി 10 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. ഇത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 51 മുതൽ 60, 61 to 70 ഇടയിൽ 2 എണ്ണം, 71 to 50 ഇടയിൽ 3 എണ്ണം, 81 to 90 ഇടയിൽ 2 എണ്ണം, ഇത് 91 to 100 ഇടയിൽ 1 എണ്ണം ഉണ്ട്. അപ്പോൾ 1 തൊട്ട് 10 വരെ 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 1 മുതൽ 50 വരെ 15 എണ്ണം, 50 മുതൽ 100 വരെ 10 എണ്ണമാണ് ഉള്ളത്. അതായത് ടോട്ടൽ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്? 25 പ്രൈം നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 മുതൽ 100 വരെ പ്രൈം നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. വളരെ ഈസിയാണ്. നമുക്കറിയാം 2ഉം 3ഉം പ്രൈം നമ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് 2. 2ഉം 3ഉം പ്രൈം നമ്പറാണ്. പിന്നെ അപ്പോൾ 1 മുതൽ 10 വരെയിൽ 4 എണ്ണം ഉണ്ട്. ഇപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടിയില്ലേ? നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 6ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 6ൻ്റെ മൾട്ടിപ്പിൾസ്. അതിൻ്റെ ഈ 6ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 6, 12, 18, 24, 30, പിന്നെ ഏതാ? 36, 42, 54, 60. ഇതുവരെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് ഏകദേശമൊക്കെ പ്രൈം നമ്പർ ആയിരിക്കും. ചിലതല്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ അപ്പുറത്തുള്ള നമ്പറും ഇതിൻ്റെ ഇപ്പുറമുള്ള നമ്പറും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, 1 മുതൽ 10 വരെയാണ്. 6 ഉണ്ടല്ലോ, 6ൻ്റെ അപ്പുറം ഏതാണുള്ളത്? 5, ഇപ്പുറം ഏതാണുള്ളത്? 7. കണ്ടോ? അപ്പോൾ 5ഉം 7ഉം പ്രൈം നമ്പറാണ്. ആ 4 എണ്ണമാണ് 1 മുതൽ 10 വരെ ഉള്ളത്. ഇനി 11 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ അതിനിടയ്ക്കുള്ള 6ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ്? 11 മുതൽ 20 വരെ 6ൻ്റെ മൾട്ടിപ്പിൾ 12ഉം വരുന്നുണ്ട്, 18ഉം വരുന്നുണ്ട്. കണ്ടോ? 12ന് മുന്നേ ഉള്ളതാണ് 11, 12ന് ശേഷം 13, 11 വരും, 13 വരും, 18ന് ഇപ്പുറത്തുള്ളത് ഏതാ? 17 വരും, അപ്പുറമുള്ളത് 19. കണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ 11 മുതൽ 20 വരെ ഏതാണോ ആ റേഞ്ച് അതിനുള്ളിൽ 6ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുക. 21 മുതൽ 30 വരെ 6ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയുണ്ട്? 24 ഉണ്ട്, 30 ഉണ്ട്. 24ൻ്റെ ഇപ്പുറത്ത് വരുന്നത് 23 ഇപ്പുറത്തുള്ളത് 25. 25 ഒരിക്കലും പ്രൈം അല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താ? 5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എടുക്കരുത്. പിന്നെ ഏതാണ്ടാവുക? 23 ഉണ്ട്. 30ന് ഇപ്പുറത്തുള്ളത് ഉള്ളിലുള്ളത് നമുക്ക് എടുത്താൽ മതി. 31 എടുക്കണ്ട. 30-നുള്ളിൽ 29. കണ്ടോ? അത് പ്രൈം. ആ 2 എണ്ണമാണ് അവിടെയുള്ളത്. ഇവിടെ വരും 31 വരും. 30-ന് ഇപ്പുറത്തുള്ള 31 വരും, 31 വരും. പിന്നെ ഇവിടെ 6ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 36 അല്ലേ? 6ൻ്റെ മൾട്ടിപ്പിൾ ഇപ്പുറത്ത് ഏതുണ്ട്? 35 ഉണ്ട്, അപ്പുറത്ത് 37 ഉണ്ട്. 35 7ൻ്റെ ഗുണിതമാണ്. അത് നമ്മൾ എടുക്കണ്ട. ബാക്കി ഏത് എഴുതിയാൽ മതി? 37 എഴുതിയാൽ മതി. അതേപോലെ ഇതിനിടയ്ക്ക് വരുന്ന 6ൻ്റെ മൾട്ടിപ്പിളുകൾ 42ൻ്റെ അപ്പുറയും ഇപ്പുറയും ഉള്ളതാണ്. അതേപോലെ തന്നെ 42ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരിക? 42ൻ്റെ അപ്പുറം 41, 43. 41ഉം 43ഉം. പിന്നെ ഒരാളും കൂടെ അവിടെ വരും. ഏതാ? 48 ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. 6, 8, 48. 48ൻ്റെ ഇപ്പുറത്ത് 47 വരും, ഇപ്പുറത്ത് 49. 49 7ൻ്റെ സ്ക്വയറാണ്. അപ്പം 47 മാത്രം എടുത്താൽ മതി. കണ്ടോ? അപ്പം ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മളിപ്പോൾ പ്രൈം നമ്പറുകൾ 1 മുതൽ 50 വരെ 15 എണ്ണം ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ആണ്. ഈ നമ്പറുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാണ് ഇത്. ഒന്നുമില്ല, ഇപ്പം നമ്മളോട് ഇപ്പോൾ പറയണം പെട്ടെന്ന് റാൻഡമായിട്ട് 71നും 80നും ഇടയ്ക്ക് ഒരു സംഖ്യ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 61 തന്നിട്ടുണ്ട്. 61 നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? 61 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 61നും 70നും ഇടയ്ക്കുള്ളതാണ് അല്ലേ. 61നും 70നും ഇടയ്ക്കുള്ള 6ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 60 ഒരെണ്ണം വരുന്നുണ്ട്, ഇതിന് മുന്നേ 60 വരുന്നുണ്ട്, 66 വരുന്നുണ്ട്. 60ന് ഇപ്പുറത്തുള്ള സംഖ്യ നമ്മൾ എടുക്കണ്ട, 59 എടുക്കണ്ട, ഇപ്പുറത്തുള്ളത് 61 എടുക്കാം. 61 പ്രൈമാണ് കണ്ടോ, 60ന് ഇപ്പുറത്തുള്ള 61 അപ്പം എന്താ? പ്രൈമാണ് 61. അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ ആണ്. ഇനി അതുപോലെ 43 എങ്ങനെയാണ് കാണുക? 43 6ൻ്റെ മൾട്ടിപ്പിൾ, 42 6ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, അതിന് ഇപ്പുറത്തുള്ളതാണ് 43, അത് പ്രൈം നമ്പർ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൈം നമ്പർ നോക്കാം. അപ്പോൾ ഇവിടെ പ്രൈം നമ്പർ അല്ലാത്ത ഏതാ? 91 ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇനി ഒറ്റയാനെ കണ്ടത് ഏതാ? 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. അല്ലാത്ത ഏതാ? 4 പ്രൈം നമ്പർ അല്ല. ഇനി ഇവിടെ അതുപോലെ ഒറ്റയാനെ കണ്ടെത്തുക. 7 പ്രൈം നമ്പറാണ്, 11 പ്രൈം നമ്പറാണ്, 13 പ്രൈം നമ്പറാണ്. 9 ആണോ? അല്ല, 9 3ൻ്റെ സ്ക്വയറാ. അപ്പോൾ 9 പ്രൈം നമ്പർ അല്ല, അതാണ് അവിടെ ആൻസർ വരുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നമ്മൾ ഒറ്റയാനെ കണ്ടെത്താൻ പ്രൈം നമ്പർ തന്നെയാണ് നോക്കുക. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 ഒന്നും അതിൻ്റെ ഘടകങ്ങളായി വരാൻ പാടില്ല. അപ്പോൾ വലിയ സംഖ്യകൾ വരുമ്പോൾ നമ്മൾ എന്തോ നോക്കേണ്ടത്? 2 കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റുമോ എന്നൊക്കെ നോക്കാം നമുക്ക്. ഇവൺ നമ്പർ ഒന്നും അല്ലല്ലോ, ഈ തന്നിട്ടുള്ളത് ഒന്നും ഇവൺ നമ്പർ അല്ല, അതുകൊണ്ട് 2 കൊണ്ട് പറ്റില്ല. 4 കൊണ്ടും പറ്റില്ല. 4 കൊണ്ട് പറ്റണമെങ്കിൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 3 കൊണ്ടും പറ്റത്തില്ല. 3 കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 3 അത് ഓരോന്നും നമ്മൾ പഠിക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവൺ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഡിജിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്നത് 3ൻ്റെ ഗുണിതമായിരിക്കണം. അതേപോലെ തന്നെ 9 ഡിജിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്നത് 9ൻ്റെ ഗുണിതമായിരിക്കണം. 4 എങ്ങനെയാണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. 5 പിന്നെ നമുക്കറിയാലോ ലാസ്റ്റ് നമ്പർ 5 ആയിരിക്കും. അതേപോലെ 7 നോക്കാം. 7 അപ്പം ഈ പറഞ്ഞതൊന്നും ഇവിടെ പ്രാക്ടിക്കബിൾ അല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കിയാലും ഇതൊന്നും ഇവിടെ പറ്റില്ല, അതായത് ഇതുകൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 7 ഘടകമായി വരുന്നുണ്ടോ എന്ന് നോക്കാം. 7 നോക്കണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണമെങ്കിൽ കണ്ടോ 259 മാത്രം 7 പോവും. അതായത് ഇത് പ്രൈം നമ്പർ അല്ല, ബാക്കിയുള്ളതെല്ലാം ഇവിടെ പ്രൈം നമ്പേഴ്സാണ്. ഈ 3 നമ്പറുകളെയും നമുക്ക് ഇതൊന്നും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വേറെ ഘടകങ്ങളൊന്നുമില്ല. നമ്മളീ പറഞ്ഞ ഒറ്റ നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഇതിന് ഘടകങ്ങളുണ്ട്. 7 വെച്ച് ഇത് ഡിവിസിബിൾ ആണ്. അപ്പോൾ 7 വെച്ച് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഈ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ ഡബിൾ എടുക്കുക. ഇതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 18 അല്ലേ. ഈ 18നെ ഇതിൽ നിന്ന് ഇനി മൈനസ് ചെയ്യുക. 25ൽ നിന്ന് 18നെ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 7. ഈ 7ൻ്റെ ഗുണിതമാണോ എങ്കിൽ അത് 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യം നമ്മളോട് പറഞ്ഞു. 2, 3, 9, 4, 5 ഒക്കെ ചെക്ക് ചെയ്യണത് പറഞ്ഞു. 7 ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. 7 എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ ഡബിൾ എടുക്കുക, അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. തൊട്ട് മുന്നത്തെ 2 നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. ആ കിട്ടുന്നത് 7ൻ്റെ ഗുണിതമാണെങ്കിൽ അത് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഈ ഒരു നമ്പർ മാത്രമാണ് പ്രൈം അല്ലാത്തത്, ബാക്കിയൊക്കെ പ്രൈം നമ്പേഴ്സാണ്. ഇനി ഇതിൽ ഒറ്റപ്പെട്ടത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈം നമ്പർ നോക്കാൻ എളുപ്പം. അത് കണ്ടോ, ഇത് ഇവൺ നമ്പർ അല്ലേ, അപ്പോൾ ഇതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇത് ഇവൺ നമ്പർ അല്ലേ, ഇതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇത് 5 കണ്ടോ, ലാസ്റ്റ് ഡിജിറ്റ് 5 വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 വെച്ച് ഡിവൈഡ് ചെയ്യാമെന്നാണ്. ലാസ്റ്റ് 5ഓ 0ഓ വന്നാൽ അതിന് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കണ്ടോ, ഈവൺ നമ്പേഴ്സ് വന്നാൽ 2 വെച്ചും ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഈ സംഖ്യ നോക്കുക, ഈ സംഖ്യ നമുക്ക് 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ 7 കൊണ്ടോ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് പ്രൈം നമ്പറാണ്. ഇതൊരു പ്രൈം നമ്പറാണ്. ഇനി ഇതിലൊറ്റയാൻ ഏതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കുറച്ചെണ്ണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലെന്താ? ഇതിൽ 2 ഓഡ് നമ്പർ ഉണ്ട്, 2 ഓഡ് നമ്പറും ഒരു ഇവൺ നമ്പറും. ഇവിടെ അത് 2 ഓഡ് നമ്പറും നടുക്കൊരു ഇവൺ നമ്പറും. ഇവിടെ അത് 2 ഓഡ് നമ്പറും നടുക്കൊരു ഇവൺ നമ്പറും. കണ്ടോ? പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇവിടെ എല്ലാം എന്താ? ഓടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ ഒറ്റയാൻ. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. എന്താ തന്നിട്ടുള്ളത്? 6, 38, 11, 123. അപ്പോൾ ഇവിടെ ഒരു ബന്ധമുണ്ട്.
സ്ക്വയർ നോക്കുക 6. 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 36ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 38 കിട്ടുക. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121. അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 123 കിട്ടിയത്. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225. അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 227 കിട്ടിയത്. ഇവിടെയോ 9ൻ്റെ സ്ക്വയർ 81. 81ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴല്ല, ഇവിടെ 4ആണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒറ്റയാൻ. കണ്ടോ, അത് വേറിട്ട് നിൽക്കുക. ബാക്കിയുള്ളതൊക്കെ ഒരേ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്ക്വയർ ചെയ്യുക, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ ചെയ്യുക +2, ഇവിടെ സ്ക്വയർ ചെയ്യുക +2, ഇവിടെ സ്ക്വയർ ചെയ്യുക +2. പക്ഷെ ഇവിടെ മാത്രം അങ്ങനെയല്ല. അപ്പോൾ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇവിടെ ഒറ്റയാനെ കണ്ടെത്തുക. ഇത് നമ്മൾ ആ ABCD എണ്ണുമ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ നമുക്കിവിടെ കിട്ടും. കണ്ടോ, A, പിന്നെ B കഴിഞ്ഞിട്ട് C, പിന്നെ D കഴിഞ്ഞിട്ട് E, പിന്നെ F കഴിഞ്ഞിട്ട് G, G കഴിഞ്ഞാൽ H വിട്ടു, പിന്നെ I എഴുതി, പിന്നെ J വിട്ടു, K എഴുതി. കണ്ടോ, ഓരോന്ന് ഇടവിട്ടിട്ടാണ്. ഇവിടെ ബീനെ കളഞ്ഞു C എഴുതി, ഡിയെ കളഞ്ഞു E എഴുതി, എഫിനെ കളഞ്ഞു G എഴുതി, എച്ചിനെ കളഞ്ഞു I എഴുതി, പിന്നെ J കളഞ്ഞു K, പിന്നെ L കളഞ്ഞ് M, N കളഞ്ഞ് O, P കളഞ്ഞ് Q, പിന്നെ ഇനി R കളഞ്ഞ് S ആണ് എഴുതേണ്ടിയിരുന്നത്. കണ്ടോ, ഇവിടെ S ആണ് വരേണ്ടിയിരുന്നത്, പക്ഷെ ഇവിടെ U ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് വ്യത്യസ്തമായിട്ടുള്ള ആൾ. കണ്ടോ, ഒന്നിടവിട്ടിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടില്ല. Q കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ? QR. അത് കഴിഞ്ഞ് SL എഴുതേണ്ടത്. ഇവിടെ SL അല്ലോ, U ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഓഡ് വൺ. ഇനി ഇതിൽ വ്യത്യസ്തമായതാ ചോദിച്ചിട്ടുള്ളത്. സമചതുരം, ത്രികോണം, ചതുരസ്തംഭം, ചതുരം. ഏതാ? ചതുരസ്തംഭം. എന്താ? ഇത് 3 ഡയമെൻഷനിലാണ്. ബാക്കിയൊക്കെ 2D ആണ്. ചതുരാണെങ്കിലും സമചതുരാണെങ്കിലും ത്രികോണങ്ങളൊക്കെ ആണെങ്കിലും 2 ഡയമെൻഷനിലാണ്. ഇനി ഗ്രൂപ്പിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ ജോഡി ചോദിച്ചേക്കാണ്. 72, 12. ഇത് 12ൻ്റെ ഗുണിതം തന്നെയാണ്. ഇതൊരു 12, ഇതെന്ന് പറഞ്ഞാൽ 12 × 6 അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 12 × 3, ഇത് 12 × 4. ഇതെന്ന് പറഞ്ഞാലോ 12 × 7, ഇത് 12 × 8. ഇതോ ഇവർ തമ്മിലുണ്ടോ? ഇത് 12 × 10 ആണ്, പക്ഷെ 74 അല്ല. അപ്പോൾ ബാക്കിയെല്ലാം 12ൻ്റെ ഗുണിതങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതെന്തല്ല? 12ൻ്റെ ഗുണിതമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവിടുന്ന് ഒറ്റപ്പെട്ടിട്ടുള്ളത്. ഇനി ഒറ്റയാനെ കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒറ്റയാനെ കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഇവിടെ ഡിസിബിലിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡിവിസിബിലിറ്റിയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. ഡിവിസിബിലിറ്റി നോക്കുക. അതായത് ഓരോന്നുകൊണ്ടും ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2. ഇതെല്ലാം 2ൽ പോവും. പിന്നെ അതുപോലെ 3, 4 അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ കണ്ടോ, ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. 9 × 2. ഇതോ 9 × 10. ഇതാണെങ്കിലോ 9 × കണ്ടോ, ഇത് ഓരോന്ന് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇത് 9 × 12. 12 × 9 ചെയ്ത് കഴിഞ്ഞാൽ 108 ആണ്. ഓക്കെ, ഇതാണെങ്കിലോ ഇത് 9ൽ പോവോ? 146 9ൽ പോകുമോ? ഇല്ല. ഒരു 9 പിന്നെ 56 54 2 അവിടെ റിമൈൻഡർ വരും. അപ്പോൾ ഇത് 9ൽ പോവില്ല. ബാക്കിയെല്ലാം 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഓരോന്നും. അപ്പോൾ നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എന്താ വ്യത്യാസം നോക്കാം. അതൊരു ശ്രേണി പോലെ തന്നാലാണ്. ഇവിടെ അങ്ങനെയല്ല. പിന്നെ ഇതിൽ സ്ക്വയർ ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം. അതിവിടെ ഇല്ല. ക്യൂബ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം. അതും ഇവിടെ ഇല്ല. ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. അതൊരിക്കലും ഇങ്ങനെ 3 2 വരുമ്പോൾ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ല. വലിയ നമ്പറുകൾ വരുമ്പോഴാണ് അത് അവരിട്ട് തരുള്ളൂ. ഇതൊക്കെ എളുപ്പമല്ലേ ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അതുമല്ല. പിന്നെ പ്രൈം നമ്പറിൻ്റെ കേസാണോ നോക്കുക. ഇതതുമല്ല. അപ്പോൾ പിന്നെ എന്താ നോക്കേണ്ടത്? പിന്നെ ഡിവിസിബിലിറ്റി നോക്കാനാണ് പറഞ്ഞത്. ഡിവിസിബിലിറ്റി ഏതെങ്കിലും നമ്പറിൽ ഡിവിസിബിൾ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കണ്ടോ, 9 എല്ലാതും ഡിവിസിബിൾ ആണ്. ഇതല്ല. അപ്പോൾ ഇതാണ് അവിടെ വരേണ്ടത്. അടുത്തതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോന്നും നോക്കണം. 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും ഒക്കെ. 2 നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവൺ നമ്പർ അല്ലല്ലോ. 2 എന്ന് പറഞ്ഞാൽ എല്ലാം ഇവൺ നമ്പറായിട്ട് വരും. 3 ആണെങ്കിൽ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഇതിൽ വരുന്നത് 11ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. 11ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയൊരു നമ്പർ ഉണ്ടെന്ന് നോക്കിയാൽ 1 2 5 6 ഇങ്ങനെയാണെങ്കിൽ ഒന്നിടവിട്ട നമ്പറുകൾ തമ്മിൽ കൂട്ടുക. കണ്ടോ, ഒന്നിടവിട്ട നമ്പറുകൾ തമ്മിൽ കൂട്ടണം. ഓക്കെ, ഒന്നിടവിട്ട നമ്പറുകൾ തമ്മിൽ കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 എന്ന് കിട്ടും. ഇവിടെ 0യും 9ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാലും 9 എന്ന് കിട്ടും. കണ്ടോ, ഒന്നിടവിട്ട നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ട് അവരുടെ ഡിഫറൻസ് എടുക്കുക. ഇത് 2ഉം കൂടി കൂട്ടുക. 1ഉം 5ഉം കൂടി കൂട്ടിയാൽ 6 എന്ന് കിട്ടും. 2ഉം 6ഉം കൂടി കൂട്ടിയാൽ 8 എന്ന് കിട്ടും. ഇനി ഇവരുടെ ഡിഫറൻസ് 8 - 6 എത്രയാണ്? 2. ആ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്ര വരിക? 9 - 9 0.
ഓക്കെ, ആ ഡിഫറൻസ് 0 എന്നോ 11 എന്നോ വന്നാൽ അത് 11ൻ്റെ മൾട്ടിപ്പിളാണ്, അല്ലെങ്കിൽ 11 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. 0 കിട്ടണം അല്ലെങ്കിൽ 11 കിട്ടണം. അപ്പോൾ ഇവിടെ 0 കിട്ടിയില്ലേ, ഇനി ഇവിടെ ഇത് നോക്കുക, 1 6 കൂടി കൂട്ടിയാൽ 6ആണ്, 0യും 7 കൂടി കൂട്ടിയാൽ 7ആണ്, 1 6 കൂടി കൂട്ടിയാൽ 7ആണ്, 1 6 കൂടി കൂട്ടിയാൽ 7, 0യും 7 കൂടി കൂട്ടിയാൽ 7, 7 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അപ്പോൾ അതും 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക, 9 കൂടി കൂട്ടിയാൽ 18, ഇവിടെ പിന്നെ 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ 18 7 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 11 എന്ന് വന്നു. അപ്പോൾ അതും എന്താ? 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് നമുക്ക് നോക്കുക, 8ഉം 5ഉം കൂടി കൂട്ടിയാൽ 13, 13 7 പോയാൽ 13 7 പോയാൽ എത്ര കിട്ടുക? 6 എന്നാണ് കിട്ടുക. അത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല, കണ്ടോ? അപ്പോൾ അത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നമ്പർ വരുമ്പോൾ നമ്മൾ ഓരോന്ന് നോക്കേണ്ടി വരും. 2ഒക്കെ നോക്കാൻ എളുപ്പമാണ്, ഈവൺ നമ്പറാണ് നോക്കിയാൽ മതി. 3 നോക്കാനും അത് എന്താ, എല്ലാം കൂടി ആഡ് ചെയ്താൽ 3 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കുക. 9ൻ്റെ നോക്കാനും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. ഓക്കെ, 11 ആണെങ്കിലാണ് ഇങ്ങനെ ഒന്നിടവിട്ട് നോക്കേണ്ടത്. 7 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 7 വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ഇതേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കുക, അപ്പോൾ 14 എന്ന് കിട്ടും. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, അത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 7 വെച്ച് ഡിവിസിബിൾ ആണ്. പിന്നെ 5ൻ്റെ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0ഓ വരാം. 4ൻ്റെ എങ്ങനെയാണ് നോക്കുക? ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക, അത് വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മോഡലുകൾ നോക്കിയാൽ മതി, ഏതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കുറച്ച് നമ്പേഴ്സ് കിട്ടുമ്പോൾ ഇതിൽ അത്ര ടഫായിട്ടുള്ളതൊന്നും ചോദിക്കില്ല, പ്രിലിമിനറി എക്സാം ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.